നമസ്കാരം. പല കുടുംബങ്ങളിലും രഹസ്യമായി സൂക്ഷിക്കപ്പെടുന്ന എന്നാൽ ഒട്ടുമിക്ക ആളുകളെയും ഒരു പ്രായത്തിൽ അലട്ടിയിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. കിടക്കയിൽ മൂത്രമൊഴിക്കൽ അഥവാ നൊക്ടേണൽ എന്യൂറിസിസ്. ഇത് കുട്ടികളിൽ മാത്രമല്ല, കൗമാരക്കാരിലും മുതിർന്നവരിലും ഒരുപോലെ കണ്ടുവരാറുണ്ട്. പലപ്പോഴും നാണക്കേട് ഭയന്ന് പുറത്തു പറയാത്ത ഈ അവസ്ഥയ്ക്ക് പിന്നിൽ കൃത്യമായ ശാരീരികവും മാനസികവുമായ കാരണങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇതിന് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന പരിഹാരങ്ങൾ എന്തൊക്കെയാണ്? എപ്പോഴാണ് നാം ഒരു ഡോക്ടറുടെ സഹായം തേടേണ്ടത്? ഈ വിഷയത്തെക്കുറിച്ച് ശാസ്ത്രീയമായ വശങ്ങൾ ലളിതമായി മനസ്സിലാക്കുവാൻ ഈ വീഡിയോ പൂർണ്ണമായും കാണുക. ഉറക്കത്തിനിടയിൽ അവിചാരിതമായി മൂത്രം പോകുന്ന അവസ്ഥയെയാണ് കിടക്കയിൽ മൂത്രമൊഴിക്കൽ അഥവാ നൊക്ടേണൽ എന്യൂറിസിസ് എന്ന് വിളിക്കുന്നത്. ടോയ്ലറ്റ് പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികളിൽ പോലും ഇത് സാധാരണയായി കണ്ടുവരാറുണ്ട്. സാധാരണഗതിയിൽ 4 മുതൽ 6 വയസ്സിനുള്ളിൽ കുട്ടികൾ ഈ ശീലം സ്വയം മറികടക്കാറാണ് പതിവ്. എന്നാൽ 12 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു കുട്ടി ആഴ്ചയിൽ 2 അതിലധികമോ തവണ കിടക്കയിൽ മൂത്രമൊഴിക്കുന്ന അവസ്ഥ 3 മാസത്തോളം തുടരുകയാണെങ്കിൽ അതിനെ ഗൗരവകരമായ ഒരു ആരോഗ്യ പ്രശ്നമായി കണക്കാക്കേണ്ടതുണ്ട്. കിടക്കയിൽ മൂത്രമൊഴിക്കുന്നത് ജീവന് ഭീഷണിയുള്ള ഒരു അവസ്ഥയല്ലെങ്കിലും അത് കുട്ടികളിലും അവരുടെ കുടുംബത്തിലും വലിയ മാനസിക സമ്മർദ്ദമുണ്ടാക്കുവാൻ കാരണമാകും. ഇത്തരം കുട്ടികൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ വരാൻ ലജ്ജയോ അപകർഷതാബോധമോ തോന്നാം. തന്മൂലം വിനോദയാത്രകളിലോ കൂട്ടുകാരുടെ വീട്ടിലെ താമസത്തിലോ ഒക്കെ പങ്കെടുക്കുന്നതിൽ നിന്നും അവർ വിട്ടുനിന്നേക്കാം. നാം പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, കിടക്കയിൽ മൂത്രമൊഴിക്കുന്നത് ടോയ്ലറ്റ് പരിശീലനത്തിൻ്റെ കുറവോ കുട്ടിയുടെ അലസതയോ അല്ല എന്നതാണ്. മറിച്ച് ശാരീരികവും മാനസികവുമായ വിവിധ ഘടകങ്ങൾ ഇതിന് പിന്നിലുണ്ടാകാം. കൃത്യമായ പിന്തുണയും ചികിത്സയും നൽകിയാൽ പൂർണ്ണമായും മാറ്റിയെടുക്കാവുന്ന ഒരു അവസ്ഥയാണിത്. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. ഞാൻ ഡോക്ടർ ശൈലേന്ദ്രകുമാർ. ഇവ മെഡിക്കൽ സീരീസിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ആരോഗ്യപരമായ ഇത്തരം അറിവുകൾ കൃത്യസമയത്ത് നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഒപ്പം ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമായി ഷെയർ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു പോകാം. പ്രധാനമായും 2 തരത്തിലാണ് കിടക്കയിൽ മൂത്രമൊഴിക്കുന്ന അവസ്ഥ അഥവാ നൊക്ടേണൽ എന്യൂറിസിസ് കണ്ടുവരുന്നത്. ഒന്നാമത്തേത് പ്രൈമറി എന്യൂറിസിസ്. ഒരു വ്യക്തി തുടർച്ചയായി 6 മാസമോ അതിലധികമോ കാലം രാത്രിയിൽ കിടക്കയിൽ മൂത്രമൊഴിക്കുന്നുണ്ടെങ്കിൽ, അതായത് ജനനം മുതൽ ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ അതിനെ പ്രൈമറി എന്യൂറിസിസ് എന്ന് വിളിക്കുന്നു. രണ്ടാമത്തേത് സെക്കൻഡറി എന്യൂറിസിസ്. കുറഞ്ഞത് ഒരു 6 മാസമെങ്കിലും കിടക്കയിൽ മൂത്രമൊഴിക്കാതെ ഇരിക്കുന്ന ഒരാൾ പിന്നീട് വീണ്ടും കിടക്കയിൽ മൂത്രമൊഴിക്കാൻ തുടങ്ങുന്ന അവസ്ഥയാണിത്. സാധാരണയായി പെട്ടെന്നുണ്ടാകുന്ന ശാരീരിക മാറ്റങ്ങളോ മാനസികമായ സമ്മർദ്ദങ്ങളോ ആണ് സെക്കൻഡറി എന്യൂറിസിസിന് കാരണമാകുന്നത്. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഏത് പ്രായത്തിലുള്ളവരെയും ബാധിക്കുന്ന ഒരു അവസ്ഥയാണിത്. സാധാരണയായി 6 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഇത് കൂടുതലായി കണ്ടുവരുന്നു. കാരണം ആ പ്രായത്തിൽ അവർ മൂത്രസഞ്ചിയുടെ നിയന്ത്രണം പഠിച്ചു വരുന്നതേ ഉള്ളൂ. എന്നാൽ മുതിർന്നവരിൽ ഈ അവസ്ഥ കാണപ്പെടുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ വ്യക്തമായ ശാരീരികമോ മാനസികവുമായ കാരണങ്ങളുണ്ടാകുവാൻ സാധ്യതയുണ്ട്. സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം പെൺകുട്ടികളെ അപേക്ഷിച്ച് ആൺകുട്ടികളിലാണ് കിടക്കയിൽ മൂത്രമൊഴിക്കുന്ന ശീലം കൂടുതലായി കണ്ടുവരുന്നത്. ഇതിനു പുറമെ കടുത്ത മാനസിക സമ്മർദ്ദമോ വൈകാരികമായ ആഘാതങ്ങളോ അനുഭവിക്കുന്നതിലും ഈ അവസ്ഥ ഉണ്ടാകുവാൻ സാധ്യത കൂടുതലാണ്. മറ്റൊരു പ്രധാന കാര്യം ഇതിൻ്റെ ജനിതക പശ്ചാത്തലമാണ്. മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ ഇതേ പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ അത് കുടുംബപരമായി അടുത്ത തലമുറയിലേക്കും കൈമാറ്റം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. കിടക്കയിൽ മൂത്രമൊഴിക്കുന്ന അവസ്ഥ എത്രത്തോളം വ്യാപകമാണെന്ന് കണക്കുകൾ പരിശോധിച്ചാൽ വ്യക്തമാകും. ഉദാഹരണത്തിന്
കണക്കിൽ പ്രകാരം 10-ൽ 1 കുട്ടിക്ക് വീതം ഈ ആരോഗ്യ പ്രശ്നമുണ്ട്. സ്വാഭാവികമായും ചെറിയ കുട്ടികളിലാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത്. അതായത് 7 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ ഏതാണ്ട് 30% പേർക്കും ഈ അവസ്ഥയുണ്ട്. പ്രായം കൂടുന്തോറും ഈ ശീലം കുറഞ്ഞു വരുന്നതായാണ് കാണുന്നത്. 10 വയസ്സുള്ള കുട്ടികളിൽ ഇത് 5%-ആയും 15 വയസ്സുള്ള കൗമാരക്കാരിലേക്ക് എത്തുമ്പോൾ വെറും 1-2% ചുരുങ്ങുന്നു. എന്നാൽ കൗതുകകരമായ മറ്റൊരു വസ്തുത 18 വയസ്സിന് മുകളിലുള്ള മുതിർന്നവരിലും ഏകദേശം 2-3% വരെ ആളുകൾക്ക് പ്രൈമറി നോക്ടേണൽ എനൂറിസിസ് അഥവാ കുട്ടിക്കാലം മുതലേ തുടരുന്ന ഈ അവസ്ഥ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. കിടക്കയിൽ മൂത്രമൊഴിക്കുന്ന അവസ്ഥ കുട്ടികളിലായാലും മുതിർന്നവരിലായാലും വലിയ തോതിലുള്ള മാനസിക വിഷമത്തിനും നാണക്കേടിനും കാരണമാകാറുണ്ട്. ഈ സങ്കോചം കാരണം പലരും ഒരു ഡോക്ടറെ കാണാനോ ആരോടെങ്കിലും സംസാരിക്കാനോ പോലും മടിക്കുന്നു. എന്നാൽ നാം ആദ്യം തിരിച്ചറിയേണ്ട കാര്യം, നിങ്ങൾ അനുഭവിക്കുന്ന ഈ വികാരങ്ങൾ തികച്ചും സ്വാഭാവികമാണെങ്കിലും ഇത് ഒളിച്ചു വെക്കേണ്ട ഒന്നല്ല എന്നതാണ്. സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില തെറ്റായ ധാരണകളും കളങ്കവുമാണ് പലപ്പോഴും ഈ മാനസിക പ്രശ്നങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നത്. മുതിർന്ന കുട്ടികളിലോ കൗമാരക്കാരിലോ അതുമല്ലെങ്കിൽ മുതിർന്നവരിലോ ഈ അവസ്ഥ കണ്ടുവരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തിൻ്റെ നിയന്ത്രണത്തിലുണ്ടാകുന്ന ചില അപ്രതീക്ഷിത മാറ്റങ്ങളുടെ സൂചനയാണ്. അതായത് ശരീരം സ്വാഭാവികമായി പ്രവർത്തിക്കേണ്ട രീതിയിൽ പ്രവർത്തിക്കാത്ത ഒരു സാഹചര്യം. ഈ പ്രശ്നത്തെ കൃത്യമായി മനസ്സിലാക്കുവാനും പരിഹാരം കണ്ടെത്തുവാനും ഒരു ആരോഗ്യ വിദഗ്ധൻ്റെ സഹായം തേടേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കൃത്യമായ നിർദ്ദേശങ്ങളിലൂടെയും മാറ്റങ്ങളിലൂടെയും ആത്മവിശ്വാസം വീണ്ടെടുക്കുവാനും സമാധാനമായി ഉറങ്ങുവാനും നിങ്ങൾക്ക് സാധിക്കും. രാത്രി ഉറക്കത്തിന് ശേഷം നനഞ്ഞ വസ്ത്രങ്ങളോടുകൂടിയോ അല്ലെങ്കിൽ വിരികൾ നനഞ്ഞ അവസ്ഥയിലോ ഉണരുന്നതാണ് കിടക്കയിൽ മൂത്രമൊഴിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷണം. പലപ്പോഴും ഉറക്കത്തിനിടയിൽ ഈ മാറ്റം തിരിച്ചറിയാൻ കഴിയാറില്ല എന്നതുകൊണ്ട് തന്നെ ഉണരുമ്പോൾ മാത്രമാണ് ഈ അവസ്ഥയെക്കുറിച്ച് പലരും ബോധവാന്മാരാകുന്നത്. ഇതൊരു ശാരീരികമായ അവസ്ഥയാണെങ്കിലും ഇത് അനുഭവിക്കുന്ന വ്യക്തിയിൽ വലിയ തോതിലുള്ള വൈകാരിക ആഘാതം സൃഷ്ടിക്കുവാനിടയുണ്ട്. കടുത്ത ലജ്ജയോ അപകർഷതാബോധമോ ഇതിൻ്റെ ഭാഗമായി ഉണ്ടായേക്കാം. നനഞ്ഞ വസ്ത്രങ്ങളും വിരികളും മറ്റുള്ളവർ കാണാതിരിക്കുവാൻ പലരും അത് മറച്ചുവെക്കുവാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ പുറത്തുള്ളവരുടെ കൂടെയോ സുഹൃത്തുക്കളുടെ വീട്ടിലോ രാത്രി താമസിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുവാനും ഇത്തരക്കാർ ശ്രമിക്കുന്നു. ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതോടെ ഇത്തരം മാനസിക അസ്വസ്ഥതകൾ താനെ മാറുമെങ്കിലും ഈ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അത് വ്യക്തിയുടെ ആത്മവിശ്വാസത്തെ ഗൗരവകരമായി ബാധിച്ചേക്കാം. ടോയ്ലറ്റ് പരിശീലനം പൂർത്തിയാക്കിയ ഒരാളിൽ, അതായത് ഏകദേശം 6 മാസമോ അതിലധികമോ കാലം രാത്രിയിൽ മൂത്രമൊഴിക്കുന്ന ശീലം ഇല്ലാതിരുന്ന വ്യക്തിയിൽ പെട്ടെന്ന് ഈ അവസ്ഥ വീണ്ടും പ്രകടമാകുകയാണെങ്കിൽ അത് ഗൗരവമായി കണക്കാക്കേണ്ടതുണ്ട്. ഇത് ശരീരത്തിലെ മറ്റ് എന്തെങ്കിലും അടിസ്ഥാന ആരോഗ്യ പ്രശ്നങ്ങളുടെ ലക്ഷണമാകാം. നിങ്ങളുടെ ശരീരത്തിൽ ഒരു ആരോഗ്യ പ്രശ്നം നിലനിൽക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ചില പ്രധാന ലക്ഷണങ്ങൾ ഇനി പറയുന്നവയാണ്. പ്രധാനമായും പകൽ സമയങ്ങളിൽ നിങ്ങൾ എത്ര തവണ മൂത്രമൊഴിക്കുന്നു എന്നതിലുണ്ടാകുന്ന പെട്ടെന്നുള്ള മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. സാധാരണയേക്കാൾ കൂടുതൽ തവണയോ അല്ലെങ്കിൽ വളരെ ഇടയ്ക്കിടെയോ മൂത്രമൊഴിക്കേണ്ടി വരുന്നത് ഒരു പ്രധാന സൂചനയാണ്. കിടക്കയിൽ മൂത്രമൊഴിക്കുന്ന അവസ്ഥയോടൊപ്പം മറ്റു ചില ശാരീരിക ലക്ഷണങ്ങൾ കൂടി പ്രകടമാക്കുന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ശ്രദ്ധ അർഹിക്കുന്ന ഒന്നാണ്. മൂത്രമൊഴിക്കുമ്പോൾ അനുഭവപ്പെടുന്ന വേദന, മൂത്രം അല്പം മാത്രം പുറത്തു പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ മൂത്രത്തിൻ്റെ സ്വാഭാവിക നിറത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്നിവ ഇതിൽ പ്രധാനമാണ്. ഇതിനു പുറമെ പെട്ടെന്നുണ്ടാകുന്ന മാനസികാവസ്ഥയിലെ വ്യതിയാനങ്ങളും പകൽ സമയങ്ങളിൽ അനുഭവപ്പെടുന്ന മലബന്ധം അഥവാ മലവിസർജനത്തിനുള്ള ബുദ്ധിമുട്ടുകളും ഇതിൻ്റെ അനുബന്ധ ലക്ഷണങ്ങളായി കണ്ടുവരാറുണ്ട്. എന്തുകൊണ്ടാണ് ഒരാൾ ഉറക്കത്തിൽ കിടക്കയിൽ മൂത്രമൊഴിക്കുന്നത് എന്ന ചോദ്യത്തിന് പ്രായത്തിനനുസരിച്ച് വ്യത്യസ്തമായ കാരണങ്ങളാണ് നൽകാനുള്ളത്. കുട്ടികളിലും മുതിർന്നവരിലും ഈ അവസ്ഥ ഉണ്ടാകുവാൻ നിരവധി ഘടകങ്ങൾ കാരണമാകുന്നുണ്ട്. പ്രധാനമായും മൂത്രസഞ്ചിയുടെ ശേഷി കുറവോ ഉറക്കത്തിനിടയിൽ മൂത്രത്തിൻ്റെ ഉൽപ്പാദനം നിയന്ത്രിക്കുന്ന ഹോർമോണുകളുടെ വ്യതിയാനമോ ഇതിന് പിന്നിലുണ്ടാകാം. ചിലരിൽ ഇത് തികച്ചും ശാരീരികമായ കാരണങ്ങൾ കൊണ്ടാണെങ്കിൽ മറ്റു ചിലരിൽ അമിതമായ മാനസിക സമ്മർദ്ദമോ വൈകാരികമായ കാരണങ്ങളോ ഈ അവസ്ഥയിലേക്ക് നയിക്കാറുണ്ട്. കുട്ടിക്കാലത്ത് കിടക്കയിൽ മൂത്രമൊഴിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മൂത്രസഞ്ചിയുടെ നിയന്ത്രണം പൂർണ്ണമായും കൈവരിക്കാത്തതാണ്. സാധാരണയായി 2 മുതൽ 4 വയസ്സ് വരെയുള്ള പ്രായത്തിലാണ് കുട്ടികൾ മൂത്രസഞ്ചി നിയന്ത്രിക്കുവാൻ പഠിക്കുന്നത്. 4 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾ വളർച്ചയുടെ ഘടകങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ
ഉറക്കത്തിൽ മൂത്രം പോകുന്നത് സ്വാഭാവികമാണ്. മിക്ക കുട്ടികളും 7 വയസ്സാകുന്നതോടെ ഇതിൽ പൂർണ്ണ നിയന്ത്രണം നേടാറുണ്ടെങ്കിലും ചിലപ്പോൾ കൗമാരപ്രായം വരെ ഇത് നീണ്ടു നിൽക്കാം. എന്നാൽ 7 വയസ്സിന് ശേഷവും ഈ അവസ്ഥ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ചില അടിസ്ഥാന ആരോഗ്യ പ്രശ്നങ്ങളുടെ ലക്ഷണമാകുവാൻ സാധ്യതയുണ്ട്. മൂത്രത്തിലെ അണുബാധ അഥവാ യൂറിനറി ഇൻഫെക്ഷൻ, വിട്ടുമാറാത്ത മലബന്ധം, നാഡീസംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ ഇതിന് കാരണമാകാം. കൂടാതെ പ്രമേഹം, മൂത്രനാളിയിലെ തടസ്സങ്ങൾ, ഉറക്കത്തിനിടയിൽ ശ്വാസതടസ്സം നേരിടുന്ന സ്ലീപ്പ് ആപ്നിയ, കുട്ടികളിലെ ശ്രദ്ധക്കുറവിനും അമിതമായ കുസൃതിക്കും കാരണമാകുന്ന ADHD തുടങ്ങിയ അവസ്ഥകളും ഇതിലേക്ക് നയിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ ഒരു വിദഗ്ധ പരിശോധന നടത്തേണ്ടത് അത്യാവശ്യമാണ്. പതിനെട്ട് വയസ്സിന് മുകളിലുള്ള മുതിർന്നവരിലും രാത്രിയിൽ അവിചാരിതമായി മൂത്രം പോകുന്ന അവസ്ഥ കണ്ടുവരാറുണ്ട്. ഇതിന് പിന്നിൽ പ്രധാനമായും 7ഓളം കാരണങ്ങളാണുള്ളത്. ഒന്നാമതായി ജനിതകപരമായ കാരണങ്ങളാണ്. മാതാപിതാക്കൾക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ കുട്ടികളിലും ഇത് പ്രകടമാകുവാൻ സാധ്യതയുണ്ട്. രണ്ടാമതായി വിട്ടുമാറാത്ത മലബന്ധം മൂത്രാശയത്തിന് മേൽ അമിത സമ്മർദ്ദം ചെലുത്തുകയും തലച്ചോറിലേക്കുള്ള നാഡീ സന്ദേശങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്തേക്കാം. മൂന്നാമത്തെ കാരണം ഹോർമോൺ വ്യതിയാനമാണ്. രാത്രിയിൽ മൂത്രത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന വാസോപ്രസിൻ എന്ന ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം മൂത്രാശയത്തിലേക്ക് അമിതമായി മൂത്രമെത്തുകയും ഇത് കിടക്ക നനയ്ക്കുന്നതിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. മറ്റൊരു പ്രധാന കാരണം മൂത്രാശയത്തിൻ്റെ പ്രവർത്തനക്ഷമതയിലുണ്ടാകുന്ന കുറവാണ്. ഇത്തരം വ്യക്തികളിൽ മൂത്രാശയം സാധാരണ വലിപ്പത്തിലാണെങ്കിലും കുറഞ്ഞ അളവിൽ മാത്രം മൂത്രം നിറയുമ്പോൾ തന്നെ നിറഞ്ഞതായി തോന്നുകയും പകൽ സമയങ്ങളിൽ പോലും ഇടയ്ക്കിടെ ബാത്റൂമിലേക്ക് ഓടേണ്ടി വരികയും ചെയ്യുന്നു. അഞ്ചാമതായി ഉറക്കത്തിനിടയിൽ മൂത്രം നിറഞ്ഞുവെന്ന സന്ദേശം തലച്ചോറിലെത്തുമ്പോൾ കൃത്യസമയത്ത് ഉണരാൻ സാധിക്കാത്തതും ഒരു കാരണമാണ്. ആറാമതായി വൈകാരികമോ മാനസികമോ ആയ സമ്മർദ്ദങ്ങൾ ഇതിൽ വലിയ പങ്കുവഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരുടെ മരണം, താമസം മാറുന്നതുപോലുള്ള ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ പീഡനങ്ങൾ തുടങ്ങിയ ആഘാതകരമായ സംഭവങ്ങൾ ഇതിന് കാരണമാകാം. ഇവ പലപ്പോഴും ഒരു മാനസികാരോഗ്യ വിദഗ്ധൻ്റെ സഹായത്തോടെ പരിഹരിക്കാവുന്നതാണ്. ഏഴാമതായി സിക്കിൾ സെൽ രോഗം, വൃക്കയിലെ മൂത്രാശയത്തിലോ ഉള്ള അസാധാരണത്വങ്ങൾ, നാഡീസംബന്ധമായ തകരാറുകൾ തുടങ്ങിയ ഗൗരവകരമായ മെഡിക്കൽ അവസ്ഥകളും ഇതിന് പിന്നിലുണ്ടാകാം. 6 മാസത്തോളം പ്രശ്നങ്ങളൊന്നുമില്ലാതിരുന്ന വ്യക്തിയിൽ പെട്ടെന്ന് ഈ അവസ്ഥ വീണ്ടും പ്രകടമാകുകയാണെങ്കിൽ അത് ഗൗരവമായി കാണണം. കൃത്യമായ പരിശോധനയിലൂടെ യഥാർത്ഥ കാരണം കണ്ടെത്തുവാനും അനുയോജ്യമായ ചികിത്സ തേടുവാനും ഒരു ആരോഗ്യ വിദഗ്ധൻ്റെ സഹായം തേടേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കിടക്കയിൽ മൂത്രമൊഴിക്കുന്ന അവസ്ഥ അഥവാ നൊക്ടേണൽ എന്യൂറിസിസ് നിർണ്ണയിക്കുന്നതിനായി ഒരു ആരോഗ്യ വിദഗ്ധൻ രോഗിയുടെ പൂർണ്ണമായ മെഡിക്കൽ ചരിത്രവും ശാരീരിക പരിശോധനയുമാണ് ആദ്യം നടത്തുക. ഇതിന് പിന്നിൽ മറ്റ് എന്തെങ്കിലും ശാരീരിക രോഗങ്ങളുണ്ടോ എന്ന് തിരിച്ചറിയുവാൻ മൂത്രപരിശോധന, രക്തപരിശോധന അല്ലെങ്കിൽ സ്കാനിംഗ് പോലുള്ള ഇമേജിംഗ് പരിശോധനകൾ എന്നിവ ഡോക്ടർ നിർദ്ദേശിച്ചേക്കാം. എന്നാൽ മാനസികമോ വൈകാരികമോ ആയ കാരണങ്ങളാണ് ഇതിന് പിന്നിലെന്ന് സംശയമുണ്ടെങ്കിൽ ഒരു മാനസിക ആരോഗ്യ വിദഗ്ധൻ്റെ സേവനം തേടുവാനും അവർ ശുപാർശ ചെയ്തേക്കാം. പലപ്പോഴും പലരും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് കിടക്കയിൽ മൂത്രമൊഴിക്കുന്നതിന് ഒരു ഡോക്ടറെ കാണേണ്ടതുണ്ടോ എന്നത്. രാത്രി കാര്യങ്ങളിൽ കുട്ടികൾ ഇത് സംഭവിക്കുന്നത് സാധാരണമാണെങ്കിലും ഇതിനെക്കുറിച്ച് ഒരു വിദഗ്ധനോട് സംസാരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. എന്നാൽ പകൽ സമയങ്ങളിൽ അറിയാതെ മൂത്രം പോകുന്ന അവസ്ഥ അത്ര സാധാരണമായ ഒന്നല്ല. ചിലപ്പോൾ കുട്ടികൾ കളിയുടെ തിരക്കിൽ ബാത്റൂമിൽ പോകുവാൻ മടിക്കുന്നതുകൊണ്ട് ഇങ്ങനെ സംഭവിക്കാറുണ്ടെങ്കിലും പകൽ സമയത്തെ മൂത്രമൊഴിക്കൽ കൃത്യമായി വിലയിരുത്തപ്പെടേണ്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ ഒട്ടും വൈകാതെ ഒരു ഡോക്ടറുടെ ഉപദേശം തേടുക. കിടക്കയിൽ മൂത്രമൊഴിക്കുന്ന അവസ്ഥയ്ക്കുള്ള ചികിത്സ ഓരോ വ്യക്തിയിലും അതിൻ്റെ കാരണങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. പ്രധാനമായും 5 രീതികളിലൂടെ ഈ പ്രശ്നത്തെ നമുക്ക് നേരിടാം. ഉറക്കത്തിന് മുമ്പുള്ള ശീലങ്ങളിൽ മാറ്റം വരുത്തുക, ഈ അവസ്ഥയ്ക്ക് കാരണമാകുന്ന മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടുക, കൃത്യമായ മരുന്നുകൾ ഉപയോഗിക്കുക എന്നിവയാണ് ആദ്യ ഘട്ടങ്ങൾ. എന്നാൽ മാനസികമായ സമ്മർദ്ദങ്ങളോ ആഘാതങ്ങളോ ആണ് ഇതിന് പിന്നിലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെയോ തെറാപ്പിസ്റ്റിൻ്റെയോ സഹായം തേടേണ്ടത് അത്യാവശ്യമാണ്. അപൂർവം ചില സാഹചര്യങ്ങളിൽ മറ്റ് ചികിത്സകളൊന്നും ഫലിക്കാതെ വരുമ്പോൾ മാത്രം മുതിർന്നവർക്ക് ശസ്ത്രക്രിയ നിർദ്ദേശിക്കാറുണ്ട്. ഇത് മൂത്രാശയ പേശികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുവാനോ നാഡികളെ ഉത്തേജിപ്പിക്കുവാനോ സഹായിക്കുന്നു. മരുന്നുകളില്ലാതെ തന്നെ ദൈനംദിന ജീവിതത്തിൽ വരുത്താവുന്ന ചില മാറ്റങ്ങളിലൂടെ ഈ പ്രശ്നത്തെ ഒരു പരിധിവരെ നിയന്ത്രിക്കുവാൻ സാധിക്കും. ഇതിനെയാണ് ബിഹേവിയറൽ തെറാപ്പി എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന്, ഉറങ്ങുന്നതിന് 2 മണിക്കൂർ മുൻപെങ്കിലും ദ്രാവക രൂപത്തിലുള്ള ആഹാരങ്ങൾ പരിമിതപ്പെടുത്തുക. പകൽ സമയത്ത് ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും വേണം.
അതുപോലെ തന്നെ മൂത്രമൊഴിക്കാൻ തോന്നുന്നില്ലെങ്കിൽ പോലും ഉറങ്ങാൻ പോകുന്നതിന് തൊട്ടു മുൻപ് നിർബന്ധമായും ബാത്റൂമിൽ പോയി മൂത്രസഞ്ചി ശൂന്യമാക്കുവാൻ ശ്രദ്ധിക്കുക. മറ്റൊരു ഫലപ്രദമായ മാർഗമാണ് എനൂറിസിസ് അലാം ഉപയോഗിക്കുക എന്നത്. കിടക്കയിൽ മൂത്രമൊഴിക്കുന്നത് തിരിച്ചറിയുമ്പോൾ ശബ്ദമുണ്ടാക്കുകയോ വൈബ്രേറ്റ് ചെയ്യുകയോ ചെയ്യുന്ന സെൻസറുകൾ ഇതിലുണ്ട്. ഇതുവഴി കൃത്യസമയത്ത് ഉണരുവാനും ബാത്റൂമിൽ പോകുവാനും പതുക്കെ ശരീരം ശീലിക്കുന്നു. കൂടാതെ ബ്ലാഡർ തെറാപ്പി അഥവാ മൂത്രാശയ പരിശീലനത്തിലൂടെ മൂത്രസഞ്ചിയുടെ ശേഷി വർദ്ധിപ്പിക്കുവാനും സാധിക്കും. പകൽ സമയങ്ങളിൽ മൂത്രമൊഴിക്കുന്നത് അല്പസമയം പിടിച്ചു നിർത്തുവാൻ ശീലിക്കുന്നതിലൂടെ മൂത്രാശയത്തിന് കൂടുതൽ അളവ് മൂത്രം ഉൾക്കൊള്ളുവാനുള്ള ശേഷി ലഭിക്കുന്നു. മാസങ്ങൾ നീണ്ട കൃത്യമായ പരിശീലനത്തിലൂടെ ഈ അവസ്ഥയെ പൂർണ്ണമായും മറികടക്കുവാൻ സാധിക്കും. ചുരുക്കത്തിൽ കിടക്കയിൽ മൂത്രമൊഴിക്കുന്ന അവസ്ഥ അഥവാ നൊക്ടേണൽ എനൂറിസിസ് എന്നത് വളരെ സാധാരണമായ ഒരു ആരോഗ്യ പ്രശ്നമാണ്. മിക്കവാറും കുട്ടികളിൽ വളർച്ചയുടെ ഒരു ഘട്ടം കഴിയുന്നതോടെ ഈ ശീലം താനേ മാറുന്നതാണ് പതിവ്. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമോ മാനസികവുമായ കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ടെങ്കിൽ കൃത്യമായ ചികിത്സയിലൂടെ ആ പ്രശ്നം പരിഹരിക്കുന്നതോടെ മൂത്രമൊഴിക്കുന്ന ശീലവും പൂർണ്ണമായി മാറ്റിയെടുക്കുവാൻ സാധിക്കും. ഈ മാറ്റത്തിന് അല്പസമയം എടുത്തേക്കാമെങ്കിലും ഇത് തീർച്ചയായും ചികിത്സിച്ച് മാറ്റാവുന്ന ഒരു അവസ്ഥയാണെന്ന് നാം തിരിച്ചറിയണം. കിടക്കയിൽ മൂത്രമൊഴിക്കുന്നത് തികച്ചും സ്വാഭാവികമായ ഒരു അവസ്ഥയാണ്. ഉറക്കത്തിൽ അബദ്ധവശാൽ സംഭവിക്കുന്ന ഇത്തരം കാര്യങ്ങളെ പൂർണ്ണമായും തടയുവാൻ കഴിഞ്ഞില്ലെങ്കിലും ചില ലളിതമായ മുൻകരുതലുകളിലൂടെ ഇതിൻ്റെ ആവൃത്തി കുറയ്ക്കുവാൻ നമുക്ക് സാധിക്കും. ഉറങ്ങുന്നതിന് 2 മണിക്കൂർ മുൻപെങ്കിലും ദ്രാവക രൂപത്തിലുള്ള ആഹാരങ്ങൾ പരിമിതപ്പെടുത്തുക. കഫീൻ അടങ്ങിയ പാനീയങ്ങൾ ഒഴിവാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുൻപ് നിർബന്ധമായും ബാത്റൂമിൽ പോകുന്നത് ശീലമാക്കുക. രാത്രിയിൽ വസ്ത്രങ്ങൾ നനയാതിരിക്കാൻ ആഗിരണ ശേഷിയുള്ള പാൻറ്റുകൾ, അതായത് അബ്സോർബൻറ്റ് പാൻസ് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ രാത്രിയിൽ എഴുന്നേൽക്കുമ്പോൾ തടസ്സമില്ലാതെ ബാത്റൂമിലേക്ക് എത്തുവാനുള്ള സൗകര്യം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനെ വൈകാരികമായി നേരിടുക എന്നതാണ്. കുട്ടി രാത്രിയിൽ നനയാതെ ഉണരുന്ന ദിവസങ്ങളിൽ അവരെ പ്രോത്സാഹിപ്പിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുക. കുടുംബത്തിലോ സുഹൃത്തുക്കളുടെ ഇടയിലോ ഇത്തരം പ്രശ്നമുള്ളവരെ പരിഹസിക്കുവാനോ അപമാനിക്കുവാനോ ഒരിക്കലും മുതിരരുത്. ഇത് വ്യക്തിയുടെ ആത്മവിശ്വാസത്തെ തകർക്കുവാൻ മാത്രമേ സഹായിക്കൂ. കിടക്കയിൽ മൂത്രമൊഴിക്കുന്നത് വലിയൊരു വെല്ലുവിളിയായി തോന്നാമെങ്കിലും സ്നേഹപൂർവമായ സമീപനവും ജീവിതശൈലിയിലെ ചെറിയ മാറ്റങ്ങളും വലിയ വ്യത്യാസങ്ങളുണ്ടാക്കും. ഈ മാറ്റങ്ങൾ ഫലപ്രദമാകുന്നില്ലെങ്കിൽ സമാധാനമായി ഉറങ്ങുവാനും ആത്മവിശ്വാസത്തെ ഉണരുവാനും നിങ്ങളെ സഹായിക്കുന്ന നിരവധി ചികിത്സാ രീതികൾ ലഭ്യമാണ്. ആരോഗ്യവുമായി ബന്ധപ്പെട്ട കൂടുതൽ ആരോഗ്യ വിവരങ്ങൾക്കായി ഇവ മെഡിക്കൽ സീരീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഉപകാരപ്രദമാണ് എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് ഷെയർ ചെയ്യുവാൻ മറക്കരുത്. സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. പുതിയൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഏവർക്കും ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് വിട പറയുന്നു. ഞാൻ ഡോക്ടർ ശൈലേന്ദ്രകുമാർ.